അപ്പൊ ഇനി അന്നത്തെ മറ്റേ ഇത് കേട്ടോ, നമ്മുടെ ബർഗറുള്ള പോസ്റ്റർ അല്ലേ? ബർഗറിന് മാത്രമല്ല, നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ. ബ്രഹ്മയുഗം. ആ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ സാറ് മെസ്സേജ് ചെയ്യണം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വീണ്ടും ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചോദിക്കുന്നത് മോശമല്ലേ വിചാരിച്ച് ചോദിക്കാൻ. നമുക്ക് ഇതൊന്ന് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, മനസ്സിലായില്ലേ? നിങ്ങളെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോ എപ്പോ വേണമല്ലോ, എനി ടൈം അപ്പൊ ഞാന് ബാസിദിനെ വിളിച്ചിട്ട് ചോദിച്ചു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പൊ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അപ്ലോഡ് ചെയ്തതിന്റെ ലിങ്ക് സെൻഡ് ചെയ്ത് വന്നു. അപ്പൊ ഞാൻ പിന്നെ അതിൽ നോക്കി പിന്നെ എങ്ങനെ ചെയ്ത് വന്നതാണ്. പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല എന്നാലും. അപ്ലോഡ് ചെയ്തിരുന്നോ? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതോ ഒരു ക്ലാസ്സും കൂടി ചെയ്യാണ്ട് തോന്നുന്നു. ഡേ 6 ഡേ 7 ഒക്കെ ആയിണ്ട്. ഓക്കെ, നൈസ് നൈസ്. അതാ ഗ്രൂപ്പിലിട്ട് അങ്ങോട്ട്? ഗ്രൂപ്പിലാണല്ലോ ഇട്ടത്. അല്ല, ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇതിലില്ലേ? ഏത്? ഞാൻ ക്രിയേറ്റ് ചെയ്ത. ഞാൻ ലിങ്ക് ആണോ ചോദിച്ചത്? ഇത് കളർ എന്താ പറ്റി? യെല്ലോ അല്ലേ സെലക്ട് ചെയ്ത്? മാറിപ്പോയോ? അല്ല, അത് ഞാന് മാറ്റി ചെയ്ത് നോക്കിയതാ. കളർ മാറ്റാൻ കഴിയോ നോക്കിയതാ. യെല്ലോ അല്ലാതെ റെഡ് ആയിരുന്നു ഞാൻ ആക്കിയത്. പക്ഷെ റെഡ് ഒപ്പേസിറ്റി കുറച്ച് കൂട്ടി പിന്നെ ഡാർക്ക് റെഡ് ആക്കി. പക്ഷെ എങ്ങനെ വരും കിട്ടുന്നുള്ളൂ. ഡാർക്ക് റെഡ് ആയിരുന്നു ഞാൻ വിചാരിച്ചത്. ഓക്കെ, എന്നാലും ഇത് ഓക്കെയാണ്. ഇത് ആ സംഭവം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേലുള്ള ടെക്സ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് എലമെന്റ്സ് ഇട്ടിട്ടില്ല. അതൊന്നും സെറ്റ് ചെയ്തിട്ട് നാളെ ഫ്രീ അല്ലേ? നാളത്തെ കൊണ്ട് അതൊന്ന് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ പിന്നെ മൊത്തത്തില് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടാം അല്ലെ? അത് മതി. ബ്രഹ്മയുഗം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പരിപാടി സെറ്റ് ചെയ്തല്ലോ. ഓക്കെ അല്ലേ? നാളെ ഞാൻ ലാപ്ടോപ്പ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് ഉപ്പന്റെ കയ്യിൽ കൊടുത്തയക്കായിരുന്നു. അപ്പൊ നാളെ ഡേ ടൈമിൽ എന്റെ കയ്യിൽ ഉണ്ടാവൂല ലാപ്ടോപ്പ്. വന്നിട്ട് പിന്നെ ചെയ്യേണ്ടി വരും. അന്ന് വന്നിട്ട് ചെയ്താൽ മതി. ചെയ്യുമ്പോ സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കാര്യങ്ങൾ ഓക്കെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ അതില് ഡൗട്ട് ഒന്നുമില്ലോ? ഇന്നലെ ചെയ്തതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇന്നലെ ഡൗട്ട് ഒന്നുമില്ല. ചെയ്ത് നോക്കിയാൽ ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ കളർ കോമ്പിനേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കളർ എന്താണ്, കളറിനെ പറ്റി പഠിക്കുക. അതിന് നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അഡോബിയുടെ തന്നെയാണ്. അത് എഴുതി വെക്കാൻ നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് എടുക്കാൻ. അഡോബ് കളർ എന്നാണ് അതിന്റെ. അഡോബ് കൂളർ എന്ന് അടിച്ചാലേ കിട്ടുള്ളൂ. KULER. ഇത് ഈ ഫോട്ടോഷോപ്പിലുള്ളതല്ല, അഡോബ് ഫോട്ടോഷോപ്പിലുള്ളതല്ല പറയുന്നത്. അതിൽ എക്സ്ട്രാ വരുന്ന പ്ലഗിൻ ആണോ? എക്സ്ട്രാ വരുന്ന പ്ലഗിൻ അല്ല, ഇതൊരു അഡോബിയുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് കളേഴ്സിനെ പറ്റി പഠിക്കാൻ. അപ്പൊ ഫോട്ടോഷോപ്പിലുള്ളതല്ല പറയുന്നത് അല്ലേ? അത് വേറെ. ഇത് നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്. ഹംനാന്ന് വിളിച്ചാ പോരെ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മറ്റേ ഷെയർ സ്ക്രീൻ കൊടുത്തപ്പോഴാണ് കട്ടായത്. മനസ്സിലായോ? അപ്പൊ അഡോബ് കൂളർ കണ്ടോ? അഡോബ് എന്ന് എഴുതി KULER. അഡോബ് കൂളർ അതിനകത്ത് ഇല്ല. കണ്ടോ? എടുക്കുമ്പോ തന്നെ എങ്ങനെ സംഭവം.
ആ അതിൻ്റെ അകത്ത് പിൻ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടോ? പിൻ ചെയ്യുന്നതിന്റെ ഒരു ലോഗോ ആ ഇവിടെ എടുത്തോ? സോഫ്റ്റ്വെയർ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് ഈ ടെതറിങ്ങിലായോണ്ടേ ഫോണിന്നും കേബിൾ യൂസ് ചെയ്ത് ടെതർ ചെയ്യാണ് ചെയ്യുന്നത് നെറ്റ്. കുഴപ്പമില്ല, പിന്നെ നോക്കിയാൽ മതി. ഇതാണ് അഡോബ് കളർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, എക്സ്പ്ലോർ, ട്രെൻഡ്സ്, അതുപോലെ ലാബ്, ലൈബ്രറീസ്. ചെയ്തൊക്കെ ലൈബ്രറീസ് വരും. ലാബ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെന്റ് ആണ്. ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇതുണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കളർ ടൂണുകൾ. എന്താണ് ഇൻസ്റ്റാഗ്രാമിന്റെ കൾച്ചറിലൊക്കെ അതുപോലെ കളർ യൂസ് ചെയ്യുന്നത് കണ്ടോ? ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും, ഇല്ലുസ്ട്രേഷനുള്ള കാര്യങ്ങൾ, UI UX അത് നോക്കണ്ട. ഗ്രാഫിക്സ്, ഇല്ലുസ്ട്രേഷൻ നോക്കുക, ഫാഷനും നോക്കുക. ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പാടിപ്പോ ലൈബ്രറി കൊടുത്താൽ ഇതിന്റെ ഡൗൺലോഡ് JPG കൊടുത്താൽ ഫുള്ള് കിട്ടും. അപ്പൊ ഇതിന്റെയൊക്കെ സംഭവം എന്താണെന്നറിയാമോ? ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കളറിന്റെ കൾച്ചർ എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഡോബ് കളർ. അഡോബ് കൂളർ KU എല്ലാം സെർച്ച് ചെയ്താലാണ് വരുള്ളൂ. അത് പറഞ്ഞു തന്നില്ലല്ലേ? KULER ഇതിനുണ്ടോ? ഇതിലായിട്ട് നോക്കി സ്ക്രീൻ കാണുന്നില്ലേ? അഡോബ് KULER കണ്ടോ? അപ്പൊ താഴെ കൂളർ എന്ന് പറഞ്ഞ എന്താണല്ലോ? അതാ ഫോണറ്റിക്സ്. അങ്ങനെ വരുന്നില്ലല്ലോ. KULER എന്ന് പറഞ്ഞില്ല. കളർ പാലറ്റ് ജനറേറ്റർ ഒക്കെ അതന്നെ. ഇപ്പൊ അങ്ങനെ എടുത്തുള്ളൂ കണ്ടോ? ഇതിപ്പോ ഇവിടുത്തെ അത് കളർ വീൽ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. നമുക്ക് ഡിസൈൻ നമ്മളൊരു കളർ കാണുമ്പോൾ യെല്ലോ, ബ്ലാക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. പക്ഷെ ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് കളർ എന്ന് പറയുന്നത് നമ്പറാണ്. കണ്ടത് കണ്ടോ? ഇതില് പല കളേഴ്സ് ഇടുന്നുണ്ട്. ആ കളേഴ്സിന്റെ ഒക്കെ നമ്പർ കിടക്കുന്നുണ്ടോ? അപ്പൊ ഈ പാൻഡോൺ ഒക്കെ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ ഇതിൽ വരുന്നതാണോ? അത് ഫാഷൻ ഡിസൈനേഴ്സിന്റെ ഇതിൽ വരുന്നതാണെന്ന് തോന്നുന്നു. പാൻഡോൺ കളർ നമ്പർ ഉണ്ടല്ലോ. കളർ എക്സാക്ട് നെയിം ഒക്കെ ഒന്ന് തന്നെ. പാൻഡോൺ, ക്രിപ്റ്റൺ ഇതൊക്കെ അങ്ങനെ പറയുന്ന പേരൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ നമ്മളോട് ഒരാൾ ഡിസൈൻ ചെയ്യാൻ പറയുകയാണ്, ഇന്ന കളർ വെച്ചാണ്, റെഡ് എന്നുള്ള കളർ വെച്ചാണ് പറയണമെന്ന് വെച്ചു. പക്ഷെ നമ്മൾ ഒരു റെഡ് കളറിൽ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അവർ പറയണ ഞാൻ ഉദ്ദേശിച്ച റെഡ് ഇതല്ല, ഈ ഒരു കളർ പാറ്റേൺ ആണ്, കളർ നമ്പർ ഇതാണെന്നും പറഞ്ഞ് എവിടെ ഗ്രൂപ്പിൽ ഇട്ടു. ഇപ്പൊ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ കേട്ടോ? ഇതുണ്ടോ? ഗ്രൂപ്പിൽ വന്നുണ്ടോ? ഒരു ഹാഷ് DB 301D എന്ന് പറഞ്ഞ് അത് ഞാൻ കോപ്പി ചെയ്തു. നേരെ ഗൂഗിളിൽ ടാബ് എടുത്തു, പേസ്റ്റ് ചെയ്തു. ഇത് കളർന്ന് കൊടുത്തു. കളർ പാലറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടോ വരും. ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ കളർ പാലറ്റ് വരും കണ്ടോ? അപ്പൊ നമ്മൾ ഡിസൈനേഴ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്പേഴ്സ് ആണ്, ഒരു കളറല്ല. ഇപ്പൊ ഒരു ഡിസൈനർ മറ്റൊരു ഡിസൈനറോട് പറയണം നിങ്ങൾ റെഡ് കളർ എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രീം ബ്ലണ്ടർ ആയിരിക്കും. കാരണം ആ റെഡ് ഏതാണെന്ന് ആ ഡിസൈനർക്ക് മാത്രമേ അറിയാവൂ. കാരണം ഇതിൽ തന്നെ പല റെഡിന്റെ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. മോണോക്രാമിക് കളർ പാലറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഡാർക്ക് റെഡ് ഉണ്ട്, മീഡിയം റെഡ് ഉണ്ട്, അതുപോലെ ലൈറ്റ് റെഡ് ഉണ്ട്, പല വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കളറിന്റെ നിങ്ങൾക്കറിയാലോ, കളറിന്റെ ഒരു തിയറി ഉണ്ട് ശരിക്കും പറഞ്ഞത്. ആ കളറിൽ നമ്മൾ വീട് പെയിന്റ് അടിക്കുമ്പോൾ നമുക്കൊരു കളർ പാലറ്റ് തരില്ലേ? എക്സാക്ട് സെയിം പരിപാടി. അപ്പോ ഇതിൽ തന്നെ ഇതൊരു ഔട്ടർ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇതിനകത്തുണ്ട്. അഡോബ് COLOR ആണ് ഇതിൽ ഓപ്പൺ ആണ്, പക്ഷെ ലോഡ് ആയിട്ടില്ല. സമയം എടുക്കും അല്ലേ? അപ്പൊ KULER ടൈപ്പ് ചെയ്താലോ ഈ അഡോബ് കളർ ആണ് ഓപ്പൺ ആയി വരിക? അതെ. KULER പിന്നെ കൊടുക്കുന്നില്ല. ഞാനത് ഇതിനു വേണ്ടി പറഞ്ഞു. ഇപ്പൊ KULER എന്ന് കൊടുത്താലും COLO. ഇപ്പൊ കളറിന്റെ സ്പെല്ലിംഗ് എന്നാ? COLOUR ആണ് അല്ലെ? ഇത് കൊടുക്കുന്ന KCOLOR ആണ്.
ആ മിസ്മാച്ച് വരരുത്, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ആ ആ ഇപ്പൊ ട്രെൻഡ്സിൽ പോവാതെ, ട്രെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊക്കെയാണ് ട്രെൻഡ്സ്. അപ്പൊ ഇതില് ആഡിറ്റ് ലൈബ്രറി കൊടുത്തു കഴിഞ്ഞാല് കണ്ടോ, അതിന്റെ കളർ ക്വാളിറ്റി ഉണ്ടോ? ആ മാംഗോയുടെ കളറ്, അവരുടെ ആ കോസ്റ്റ്യൂമിന്റെ കളറ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നേക്കുന്ന കളറ്, ഇത് ഫേസിന്റെ കളർ ഉണ്ടോ, ലിപ്സ്റ്റിക്ക്. അപ്പൊ ഇതിന്റെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നെയിം ഉണ്ടാവൂലേ? ഇപ്പൊ പിന്നെ ഇന്ന കളർ എന്ന് പറയാന്. അത് അങ്ങനെയല്ല, അത് കളർ ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന കളർ നെയിം അല്ലല്ലോ, നോക്കിയ നമ്പേഴ്സ്. അല്ല ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഒരാള് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു നമ്പർ പറഞ്ഞു, അപ്പൊ ആ നമ്പർ നമ്മൾ ഇതിൽ വന്നിട്ടാണോ സെർച്ച് ചെയ്യേണ്ടത് ഏത് കളറാന്ന് നോക്കാന്? ഒന്നുമില്ല, ഇത് കോപ്പി ചെയ്ത് ആ ചുമ്മാ ഗൂഗിളില് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമ്പർ പേസ്റ്റ് ചെയ്താൽ മതി. ആ കളർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. കണ്ടോ ആ ആ സംഭവം ഉണ്ടോ? അതിനകത്ത് ആ RGB ആണെങ്കിൽ അതിന്റെ റേഷ്യോ ഒക്കെ. ഇനിയിപ്പോ നമുക്ക് ഒരാൾക്ക് കളർ പറഞ്ഞു കൊടുക്കണം, ഈ കളർ മതിയോന്ന് ചോദിക്കണം. അപ്പൊ നമ്മൾ ഈ നമ്പർ എവിടെ പോയിട്ടാ എടുക്കുക? ഈ അഡോബ് കളറിലോ? അതായത് നമുക്കൊരു കളർ ഉണ്ട്, അതിന്റെ നമ്പർ ഏതാണെന്ന് അറിയത്തില്ല ആ അല്ലേ? ആ വഴിയുണ്ട്, കാണിച്ചു തരാം. ഈ ലാബ് കണ്ടോ? ആ ലാബിലെ SVG ഫയലാണോ അവർ ചോദിക്കുന്നത് കേട്ടോ. നേരത്തെ JPG ആണ്. നമ്മൾ ബർഗറിന്റെ തന്നെ എടുക്കാം. SVG ആണ് എടുക്കുള്ളൂ, ഇംഗ്ലീഷ് ഫയലാണ് എടുക്കുള്ളൂ. കളറിന്റെ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നല്ലത് ഇപ്പൊ നമ്മള് കാണിച്ചു തരാം. ഇപ്പൊ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു, അന്നത്തെ ഒരു കളർ എനിക്ക് അയച്ചു തന്നെ, ഞാൻ ആ കളർ പറയാം, നമ്പർ ഏതാന്ന് പറയാം. ചുമ്മാ ഗൂഗിളിൽ അയച്ചു തന്നതാണ്. ആദ്യം പോയെന്ന് തോന്നുന്നു നാട് വിട്ടല്ലേ. പാതിക്ക് എന്തോ പരിപാടി ഉണ്ടാവും. അയച്ചിട്ട് എനിക്ക് ആ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഒരു മിനിറ്റ്. ചുമ്മാ സ്ക്രീൻഷോട്ട് എടുത്താൽ ഇട്ടാൽ മതി. ആ പറയുന്നത് ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഗ്രൂപ്പിലിടാനല്ലേ? സെൻഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, ഈ കളർ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോഷോപ്പ് ഓപ്പൺ ആവുന്ന ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും, കാരണം അതിന്റെ പ്രൈവസി ഉള്ളതുകൊണ്ട് ഓപ്പൺ ആവത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കും, നേരെ സേവ് ചെയ്തു. കണ്ടോ?
ആ ഇതില് നമ്മൾ എന്ത് ചെയ്യും? പെയിന്റ് ബക്കറ്റ് ഇങ്ങനെ എടുക്കും. ആ എന്നിട്ട് അല്ലെങ്കിൽ ഈ കളർ എടുത്താൽ മതി, ഫോർഗ്രൗണ്ട് കളർ എടുത്താൽ മതി. കണ്ടോ, ഇത് കണ്ടോ, ആ സെറ്റ് ഫോർഗ്രൗണ്ട് കളർ നടക്കുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കളർ പാറ്റേണിൽ പാലറ്റ് ഇങ്ങനെ വരും. ഫോർഗ്രൗണ്ട് കളറിന്റെ കളർ പിക്കർ അവിടെ വന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും FED4DE എന്ന് പറയുന്ന നമ്പർ വരും. കണ്ടോ, ഇവിടെ വന്നാൽ ഉണ്ടാവും. അപ്പൊ ആ നമ്പർ സെൻഡ് ചെയ്താൽ മതി അല്ലേ? നമ്പർ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ഈ കളർ വേണം പറയാം, കളറിന് എടുത്തു കൊടുത്താൽ കണ്ടോ നമ്പറുള്ള കളർ നമ്മൾ എടുക്കുക. ഇതേ കണ്ടോ, ഇതാണ് അതിന്റെ കളർ പാലറ്റിന്റെ പല പാറ്റേൺസ്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള പരിപാടി. കളർ എന്താണെന്ന് പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ആപ്പ് നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ആക്ച്വലി ഫോട്ടോഷോപ്പിന്റെ ബേസിക് പഠിച്ചു. എന്താണ് അതിന്റെ മെനു ബാർ പഠിച്ചു, ഓപ്ഷൻ ബാർ പഠിച്ചു, ഇമേജ് ടാബ് പഠിച്ചു, ടൂൾ ബോക്സ് പഠിച്ചു, പാനൽ ബോക്സ് പഠിച്ചു. ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്, പിന്നെ മാസ്ക് പഠിച്ചു, ക്ലിപ്പിംഗ് മാസ്കും പിന്നെ ലെയർ മാസ്കും. വെരി ഗുഡ്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇപ്പൊ കളർ പാലറ്റിലെ കളർ എന്താണെന്ന് പഠിച്ചു. എന്താണ് കളർ സെൻസിബിൾ ആയിട്ട് പരിപാടി, എങ്ങനെ ചൂസ് ചെയ്യാൻ പരിപാടിയൊക്കെ ഞങ്ങൾ പഠിച്ചു. കളറിന്റെ പരിപാടിയും പഠിച്ചു. അപ്പൊ കളർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? കളർ പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സോഫ്റ്റ്വെയർ ഏതാ? അഡോബ് കളർ. അടിപൊളി. അപ്പൊ ഇനി നമ്മളൊരു പരിപാടി ചെയ്യാൻ പോവാണ്. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് അത് പഠിക്കാൻ പോകുന്നത്. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക. അവന്മാരെ നഷ്ടപ്പെടുത്തിയ ഒരു വലിയ നഷ്ടമാണ് ഇന്നത്തെ ക്ലാസ്. അവന്മാര് പിന്നെ എടുത്തോളൂല്ലോ, കുഴപ്പമില്ല. റെക്കോർഡഡ് ഉണ്ടാവല്ലോ. അതെന്താണ്ട് ആരോ വന്നിട്ടുണ്ടോ? സോറിയോ? മെസ്സേജ് ഐ എം സോറി, ഐ എം പ്രോഗ്രാം. ഇത് തന്നെ. ഇതാണ് ഡിജിറ്റൽ പെയിന്റിംഗ്. ഇതാണ് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ അടിപൊളിയാണല്ലോ. ലോക്ക് മാറ്റുന്നു. ഓക്കെ, ഞാൻ ഇത് കണ്ടപ്പോ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചു. വളരെ ഈസിയാണ്, നോ പ്രോബ്ലം. ലോക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? അന്നത്തെ ഒരു ഇമാജിനേഷനിൽ പറഞ്ഞേ, ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഇരിക്കുന്നോ?
എന്ത് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണം. ഇതേ സാധനം നമ്മൾ ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി നമ്മളൊരു ക്യാൻവാസ് സാധനം ഡിസൈൻ ചെയ്യുന്നതാണ്. നമ്മൾ അത് തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം വെച്ചാൽ നമ്മളൊരു പുതിയ ലെയർ ഇട്ട് അതിന്റെ മേളിലാണ് ഡിജിറ്റൽ പെയിന്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു പുതിയ ലെയർ എടുത്തു, ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ ബിൽഡ് കൊടുക്കണം. ന്യൂ ബിൽഡ് ബ്രഷ് വെച്ചിട്ട് തന്നെ ഇരിക്കല്ലോ ചെയ്യാല്ലേ? പിന്നെ ഒരു 12. ഇതിപ്പോ സാർ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് അത് ചെറിയ പരിപാടിയാണ്. നമ്മള് കോളം സെറ്റ് ചെയ്യാം. കോളം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വരയ്ക്കാൻ ഈസി ആയിട്ടേ. നമ്മൾ എന്നിട്ട് കോളം സെറ്റ് ചെയ്തു. റൂളർ ഗ്രിഡ് ഇട്ട് വരയ്ക്കാം, ഗ്രിഡ് ഇല്ലാണ്ട് വരയ്ക്കാം. ഈ ഗ്രിഡ് ഇടുന്നതിന്റെ കാര്യം എന്നറിയാമോ? ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗ്രിഡ് ഇട്ടിട്ട് സൂം ചെയ്യണം. സൂം ചെയ്ത് ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ ചെറിയ കോളം നോക്കാം. കോളം നോക്കുന്നുണ്ടോ? ഈ കോളത്തില് നമ്മൾ വോൾട്ട് പ്രസ് ചെയ്തിട്ട് ബ്രഷ് വെച്ച് വരയ്ക്കണം. അത് ഈ കോളത്തിന്റെ സൈസിലേക്ക് നമ്മുടെ ആ ബ്രഷിന്റെ സൈസ് മാറ്റുക. ഓക്കെ, എന്നിട്ട് അവിടെ വോൾട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ കളർ അവിടെ വരും. മനസ്സിലായോ? ഇത് ഓൾറെഡി ഈ പെയിന്റിംഗ് ഇപ്പൊ സാറ് ചെയ്ത പെയിന്റിംഗ് അല്ലേ ഓപ്പൺ ചെയ്തേ?
അതെ ഇപ്പൊ നമ്മളോട് സാറ് ചെയ്യാൻ പറയുന്നത് ഒരു പുതിയ പെയിന്റിംഗ് ക്രിയേറ്റ് ചെയ്യാനല്ലേ പറയുന്നത്? അല്ലല്ല, ഇത് ഇത് നിങ്ങളെ ആദ്യം തന്നെ നിങ്ങളോട് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടില്ല. അതല്ല, ഈ പെയിന്റിംഗ് തന്നെ നമ്മളോട് റീക്രിയേറ്റ് ചെയ്യാനല്ലേ സാറ് പറയുന്നത്? അതെ അതെ അതെ. എന്നാലാണ് നിങ്ങൾ അപ്പൊ ഡിജിറ്റൽ പെയിന്റിംഗ് പഠിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ടാസ്ക് തരും. അല്ല, അപ്പൊ ഇതിന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് ചെയ്യാനാ പറയുന്നത്? ആ, ഇത് മനസ്സിലായില്ലേ? ഇത് നമ്മൾ എടുക്കും, എന്നിട്ട് നമ്മൾ ആ ഇങ്ങനെ ആ ഡോട്ട് ഇടും. ആ കളർ ആ തന്നെ പിക്ക് ചെയ്യും. കണ്ടോ, അവിടെയുള്ള കളർ ആ പിക്ക് ആ ചെയ്തിട്ട് ഡോട്ട് ഇടും. അതെങ്ങനെ പിക്ക് ചെയ്യുന്നത്? ഓൾട്ട് പ്രസ് ഓൾട്ട് ചെയ്തിട്ട് ഓൾട്ട് കണ്ടോ, ഇത് ആ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ബ്രഷ് വരും. ആ ബ്രഷ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ബ്രഷ് വരും. ശേഷം നമ്മൾ ഏത് പോയിന്റിലാണോ സെറ്റ് ചെയ്യേണ്ടത്, ഇവിടെ ആണെങ്കിൽ ഇവിടെ ഓൾട്ട് പ്രസ് ചെയ്യുക. ആദ്യം ഓൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുക. ആ അവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കോ, കണ്ടോ അവിടെ അത് വന്നു കഴിഞ്ഞു. ആ അപ്പൊ അങ്ങനെ ഇത് ഓരോ ഏതിലേക്കാ വരുന്നത്? പുതിയ ലെയറിലേക്കാണ് വരുന്നത് ഇത്? പുതിയ ലെയറിലേക്ക് വന്നു. പുതിയ ലെയറിലേക്ക് വന്നില്ലെങ്കിൽ കളമ്പാടും. അന്നേരത്തേക്ക് ആ ഏറ്റവും പറ്റുന്ന പണിയാണത്. ആ ആ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോയാൽ ലെയർ ക്രിയേറ്റ് ആയില്ലെങ്കിൽ നമ്മുടെ കളമ്പാടും. ആ ആ മനസ്സിലായോ? ആ ഈ ഇമേജ് ഇപ്പൊ സാറ് സെൻഡ് ചെയ്ത് തരുന്ന ഇമേജ് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ പുതിയ ന്യൂ ലെയർ എടുത്തിട്ട് കളർ പിക്ക് ചെയ്ത് അതിലേക്ക് ആക്കാം. അത് തന്നെ, അത് തന്നെ. ആ ആ അങ്ങനെയാണ് പരിപാടി. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. എന്താ സംശയം? ഓ മനസ്സിലായി. നെറ്റ് എടുക്ക് കട്ടായി പോണ്ട്. അല്ല, ഇല്ല സംശയമില്ല, നെറ്റ് കട്ടായതാ. അപ്പൊ ഓക്കെ. അതിനു മുന്നേ ഈ കോളംസ് എങ്ങനെയാണ് എന്നുള്ളത്, പഠിക്കണം. കോളംസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഒന്ന് സാറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞാൽ. ഇപ്പൊ ഈ റെക്കോർഡഡ് വീഡിയോ എടുത്തു നോക്കുമ്പോഴേ സാറ് ജസ്റ്റ് കാണാം. ക്ലിക്ക് ചെയ്ത് പോകുന്നതല്ലേ കാണുന്നുള്ളൂ. അപ്പൊ അതില് ഓക്കെ, സൂം ഓക്കെ. ചെയ്യുമ്പോഴൊന്നും സാർ എന്താ ക്ലിക്ക് ചെയ്യുന്നതെന്ന് കാണുന്നില്ല. ആ ഓക്കെ. അത് അത് അതിപ്പോ പറഞ്ഞല്ലോ. ആ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, ഫോട്ടോഷോപ്പില് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഫയലില് ആ നമുക്ക് ഡിജിറ്റൽ പെയിന്റിംഗ് ചെയ്യാനുള്ള പടം നമ്മൾ ഓപ്പൺ ചെയ്തു. ഓൾറെഡി അതിൻ്റെ അകത്ത് ഗ്രിഡ് വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ആ ഗ്രിഡ് ഓഫ് ചെയ്യും. ഇതിപ്പോ പടമല്ലേ, നമ്മുടെ ഇമേജ് അല്ലേ, കാണുന്നില്ലേ? ഹലോ, എന്നിട്ടാ ഹലോ. കേക്കുന്നുണ്ട്. ഹലോ ഹലോ. പോയാ? ഇല്ലാലോ, ഞാൻ കേക്കുന്നുണ്ട്. നെറ്റ് കട്ടായി പോയതാ. ഞാൻ ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് വന്നതാ. അവിടെ റേഞ്ച് കിട്ടാഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇമേജ് എടുത്തു. ഇമേജ് എടുത്തതിന് ശേഷം നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, ശ്രദ്ധിക്കേണ്ട കേസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വെച്ചു. ആദ്യം ലെയർ ഇതാണ്. ഓക്കെ. ശേഷം നമ്മൾ വ്യൂവിൽ പോകും. വ്യൂവിൽ പോയാൽ ഷോയിൽ പോവാ. ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഗ്രിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ചെറിയ ഗ്രിഡ് ആയിട്ട് വന്നു കോളം. ഓക്കെ. ഈ ഗ്രിഡ് ഇട്ടിട്ട് നമ്മളൊരു ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഇത് ചിലപ്പോ സൈസ് വലുതായിരിക്കും. ഈ സൈസ് ആണെങ്കിൽ
ഈ സൈസിലോട്ട് ആക്കുക. കാരണം ഒരു ഗ്രിഡിന്റെ സൈസിലോട്ട് വരിക. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്താല് വലുതാവുകയും ചെറുതാവുകയും ചെയ്യൂല്ലേ ബ്രഷ്? അത് ആ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു. പിയുടെ റൈറ്റ് സൈഡിലെ ബട്ടൺ. പി പി ആ പി ആ ആ ബ്രാക്കറ്റ് പോലുള്ള. ആ പീന്റെ തൊട്ടപ്പുറത്തുള്ള കീ അല്ലേ? അതെ അതെ അതെ. ആ ആരോ കേട്ടോ യാറത് എന്താ തറവാട്ട്? ആ ഫഹദി അച്ഛനെ. ഹലോ ഫഹദി. എന്താണ് പരിപാടി? എന്താണ് നടക്കണേ? ഇന്നിവിടെ നടക്കുന്നത് ഒരു മഹാസംഭവമാണ്. എന്താ റിപ്പീറ്റ് പറയണോ ഞാൻ? ലൈക്ക് ഞാനേ ആ ഒരു ചെറിയൊരു പ്രോഗ്രാമിലാണ്. അപ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട് ഇപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് അന്വേഷിക്കണല്ലോ എന്തായാലും. ആ ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് നമ്മൾ പഠിപ്പിക്കാൻ. ഇപ്പൊ നിങ്ങള് വരച്ചതാ? ആ ഇത് ഞാൻ വരച്ചതാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് കാണിച്ചു തരാം. കണ്ടോ? ഇപ്പൊ ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് ഇന്നത്തെ പരിപാടി. ഡിജിറ്റൽ പെയിന്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എന്ത് പഠിച്ചിട്ട് കാര്യമില്ല. ഒരെണ്ണം പോലും സെൻഡ് ചെയ്ത് തരികയല്ലോ. ഒരു ടാസ്ക് പോലും കംപ്ലീറ്റ് ആദ്യം ചെയ്യൂട്ടോ. ആദ്യം ചെയ്യും. ഇന്നത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ നാളത്തേക്ക് എന്നാ മതി. അതെന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. കണ്ണ് കാണിക്കാനും കുറച്ച് ലേസർ ട്രീറ്റ്മെന്റ് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഇപ്പൊ ഞാൻ വീട്ടിൽ കയറിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പൊ കൈയൊക്കെ അവിടെ ഒരു പ്രോഗ്രാമിന് വരികയും ചെയ്തു. അപ്പൊ ഇന്ന് സമയം കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാം ചെയ്തേനെ. മൊത്തം ബിസി ആയിരിക്കും. അന്നത്തെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താടാ? അല്ല അന്നത്തെ ഞാൻ വലിയ ദൂരം വ്യത്യാസമല്ല. അതുകൊണ്ട് ഓവർ പറയാൻ പറ്റൂല. എന്തോ ചെയ്താളും. എന്താണ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ ഒരു സംസാരത്തിലായിപ്പോയി. എന്താ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. അതായത് അന്നത്തെ വീട് അവന്റെ വീടിന് ഏകദേശം അടുത്തായതുകൊണ്ട് അവന് അന്നത്തേനെ പറ്റി ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. അത് വളരെ ശരിയാണ്. 10 മിനിറ്റിന്റെ ഇതേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല. ഇങ്ങനെയാണ് എന്റെ അമ്മായിന്റെ മോളൊന്നല്ലല്ലോ. എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചത്. കാണാനിപ്പോ കാണേണ്ട ആവശ്യമില്ലാത്തതിനെ കൊണ്ട് പ്രശ്നമില്ല. കാണണമെന്നുണ്ടെങ്കിൽ കാണൊക്കെ ചെയ്യാം. അടുത്ത് തന്നെയാണ്. ഞാൻ കമ്പനി തുടങ്ങുമ്പോ വിളിക്കണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈനർ ആയിട്ട്. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കാണാം. നടക്കട്ടെ. ഞാൻ കേറാം. ഒരു കുറച്ചുണ്ട് കേറാം. ഒരു 10 മിനിറ്റ്. ആയിക്കോട്ടെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് നമ്മള് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. ഞാനത് കാണിച്ചു തരാം. ഇനി എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മള് ഗ്രിഡ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ഗ്രിഡ് എടുത്ത് ബ്രഷ് എടുത്തിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്താല് വലുതാക്കി ചെറുതാക്കുകയും ചെയ്യാം. അവിടെ ഞാൻ പറഞ്ഞോണ്ടെന്ന്. ഇതില് അപ്പോ ഇവിടെ ഗ്രിഡ് എടുക്കുക. ഗ്രിഡ് ഏത് ഓപ്ഷൻ്റെ ഉള്ളത്? വ്യൂവിൽ പോവാ, ഷോയില് വരിക. വ്യൂവില് അത് എഴുതി വെക്കണേ, നോട്ട് ചെയ്ത് വെക്കണം. അത് എഴുതിണ്ട്. വ്യൂവില് ഷോയില് ഗ്രിഡ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ആ സൂര്യനെ മാത്രം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ. അത് നമ്മൾ ബ്രഷ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കൊടുത്തു, ഇവിടെ കളർ കൊടുത്തു. ബ്രഷ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി. കളർ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് ലെയർ ബാക്കിലത്തെ ലെയർ ഓഫ് ചെയ്തപ്പോ കണ്ടോ? ഇനി അതിനെ നമ്മള് സ്മഡ്ജ് ടൂൾ എടുക്കണം. സ്മഡ്ജ് നല്ല പണിയുള്ള പരിപാടിയാണ് ഇത്. അല്ലല്ല, സ്മഡ്ജ് എടുത്തിട്ട് ചെയ്യേണ്ടത്. ഭയങ്കര രസമാണ്. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ. അത് നമുക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ടിരിക്കൂലേ നല്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. കീസ് ഒക്കെ പരിചയപ്പെട്ട് വരുന്നില്ലല്ലോ ഇതിലുള്ള ഓരോ ഓപ്ഷൻസ്. അതെ.
ഇതില് കണ്ടോ ഇനി ബ്രഷ് എടുത്തിട്ട് മെസ്സേജ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നാണ് ഈസി ആയിട്ട്. ഇനിയിപ്പോ ഗ്രിഡ് ഇല്ലാണ്ട് ചെയ്യാം. എക്സ്പീരിയൻസ് ആണ് ഗ്രിഡ് ഇല്ലാണ്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ബ്രഷ് കണ്ടോ? ബ്രഷ് നമ്മൾ യൂസ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കും. ഇവിടുത്തെ കളർ ഉണ്ടോ? ഈ കളർ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കും. കണ്ടോ? അപ്പൊ ഇനി നോക്കിക്കോട്ടോ. ഇത്രയും സാധനം വന്നില്ലേ? ഇതിപ്പോ നമ്മള് ഈ ട്രാൻസ്പെറന്റ് പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുന്ന പോലെ അല്ലേ? അത് തന്നെ. എന്നിട്ട് നമ്മള് സ്മഡ്ജ് ടൂൾ ഓപ്പൺ ആക്കുന്നു. സ്മഡ്ജിന്റെ റേഷ്യോ സ്ട്രെങ്ത് ഒന്ന് കുറഞ്ഞു, കാരണം അത് ഭയങ്കര ഈ ലെയർ ശരിക്കും ആ പിക്ചറിന്റെ മേലാണ് നമ്മൾ വെച്ചത്. അത് തന്നെ, അത് തന്നെ. അന്നത്തെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അത് തന്നെ, അത് തന്നെ ഉദ്ദേശിച്ച സംഭവം തന്നെ. സ്മഡ്ജ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ. സ്മഡ്ജ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം അല്ലെ, ആവാത്ത ഭാഗത്തേക്കൊക്കെ. അതൊന്നോ ഇനി അതേ ബ്രഷ് ഉപയോഗിച്ച് തന്നെ അടുത്ത കളർ പിക്ക് ചെയ്യാം. ഇവിടെ കളർ പിക്ക് ചെയ്യാം. നോക്കിക്കോട്ടോ. ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോ ഗ്രിഡ് വെച്ച് ചെയ്യുന്ന തന്നെയാ നല്ലല്ലേ, കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ. പെർഫെക്ഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സമയക്കുറവാണ്, സമയം അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ? ഞാനത് ഓഫ് ചെയ്ത് കാണിച്ചു കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോ ഇതില് ആ സൺലൈറ്റ് പോലെ വരുന്നത്, ഒരു ഇതുപോലെ സൺറൈസ് പോലെ വരുന്നതുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ചെയ്യൂ? ഈ സെയിം സംഭവം നമുക്ക് ഈ തോന്നുന്നല്ലേ, കളർ തന്നെ പിക്ക് ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ ചെയ്ത സൂര്യനാണ് ഇതിന്റെ അകത്തിരിക്കണത് കേട്ടോ. ഇനിയിപ്പോ കാണിച്ചാൽ ഞാൻ ബ്രഷ് എടുക്കുക. നോക്കിക്കോ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇനി
സ്മഡ്ജ് ഉപയോഗിച്ചിട്ട് വേണ്ട സംഭവം എങ്ങനെയുണ്ട്? ആ അങ്ങനെ ചെയ്താൽ മതില്ലേ? കാണുമ്പോ എളുപ്പമാണ്, പക്ഷെ ചെയ്ത് നോക്കിയാലറിയാം ഈ സംഭവം എങ്ങനെ ഉണ്ട്. ഇത് ചെയ്യുന്നത് വഴി രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന പ്രതിഭാസം പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ഒരു മൗസ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കിട്ടും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കും. ഓക്കെ, അതാണ് പരിപാടി. അത് മാത്രമല്ല, ഒരുപാട് ഫോട്ടോഷോപ്പ് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്താൽ അതിശയിക്കുന്ന രീതിയിലുള്ള ഡിജിറ്റൽ പെയിന്റിംഗ്, ഡിജിറ്റൽ ആർട്ട് എന്നൊക്കെ പറയുള്ളൂ അതിന്. കണ്ടോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ പ്ലഗിൻസിൽ കിട്ടുന്ന പരിപാടിയിലേ ഉള്ളൂ. അല്ല, ഇത് നമ്മള് ഇമേജ് വെച്ചിട്ട് ഇങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു ഇമേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു ലെയർ വെച്ചിട്ട്. ഞാൻ ഇമേജ് വെച്ചിട്ടാണ് മറ്റേ ചെയ്തത്. കണ്ടോ? അന്നത്തെ ചോദിച്ച പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. കണ്ടോ? ഇത് ഇതിനകത്തിന്റെ ഒറിജിനൽ ഫോട്ടോ, ഇത് ഡിജിറ്റൽ പെയിന്റിംഗ്. അതുപോലെ കണ്ടോ? ഡിജിറ്റൽ പെയിന്റിംഗ് ആണ്. കണ്ടോ? അപ്പൊ നമ്മള് ഇത് വെച്ചിട്ട് നമ്മളെ ഫോട്ടോസും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ഡിജിറ്റൽ പെയിന്റിംഗ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഫിൽറ്ററും കൂടി ഇട്ടാൽ പരിപാടിയാണ് ഇത്. കേട്ടോ? നല്ല സമയം വേണം ഇതൊക്കെ ചെയ്തിരിക്കാൻ. സമയം വേണം, പക്ഷെ ക്ഷമ വേണം, സമയം എടുക്കും. പക്ഷെ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെയാണത്. ഞാൻ കുറച്ച് നല്ല ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കുറച്ച് നല്ല അധികം സമയം സ്പെൻഡ് ചെയ്താലേ കിട്ടുള്ളൂ. അതിപ്പോ ഡ്രോ ചെയ്താലും അങ്ങനെയല്ലേ? ആണ്. ഡ്രോ ചെയ്യുമ്പോഴും അങ്ങനെയാണ് പരിപാടി. അതെ. ഗ്രിഡ് ചെയ്യണുണ്ടോ? ഗ്രിഡ് ചെയ്യണുണ്ടോ? കണ്ടോ? ലെയർ, ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, അത് കഴിഞ്ഞ് അതിനെ കോപ്പി എടുത്ത് പിന്നെ അതിന്റെ മേളിൽ ഒരു കളർ വെച്ചിട്ട് സ്മഡ്ജ് ടൂൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാനിത് കുറെ സാധനം തരാനുണ്ട്, പക്ഷെ നിങ്ങളിത് നാളത്തോണ്ട് നമുക്ക് തീർക്കണോട്ടോ നമ്മുടെ തന്ന ടാസ്കുകളൊക്കെ. ഞാനും കൂടെ ഇരിക്കുക, എന്നിട്ട് അല്ലെങ്കിൽ തീരില്ല. ഇതിപ്പോ അടുത്തടുത്ത ടാസ്കുകൾ തരാനുള്ള. അതപ്പൊ ഞാനും ആലോചിച്ച ബർഗറിന്റെ ആദ്യം ചെയ്ത് തീർക്കണ്ടേ, എന്നിട്ടല്ലേ ഇതിലേക്ക് കയറാൻ കഴിയുള്ളൂ. അതെ അതെ.
കണ്ടോട്ടോ, ഇതൊക്കെ കണ്ടോ? ആ ഇതൊരു പ്ലഗിൻസ് അതിന്റെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സാധനം ഒറ്റ ക്ലിക്കിലാക്കുന്നതാണ്. കണ്ടോ? ആ കേട്ടോ, 1 ക്ലിക്ക് കൊണ്ട് അവരത് സംഭവം. പക്ഷെ ഇത് നമ്മൾ ചെയ്തിട്ടാൽ ഞാൻ പറഞ്ഞോളൂ, നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളോട് എനിക്ക് നിങ്ങൾ അറിയാവുന്നത് അവസാനം നിങ്ങൾ ആ സിസ്റ്റം ചെയ്തു തരാം എന്നാ ചെയ്യൂന്ന് പറഞ്ഞ് സിസ്റ്റം തരുമ്പോഴത്തേക്കും അയ്യോ സാറേ എനിക്ക് അതാണ് വിഷയം. ആ ആ ഉണ്ടോ? ഒരു വരച്ചെടുത്തേക്കുന്നതാണ്. ആ നമുക്കിത് കണ്ടാൽ പറയാൻ പറ്റും ഫോട്ടോഷോപ്പിൽ വരച്ചാണോ മറ്റാണോ പറയാൻ പറ്റും. ഡ്രോയിങ് ആണോ എന്നറിയാം. ആ അതാണ് ഞാൻ പറയാൻ വരിയിരുന്നു വിജയന്റെ ഇതുപോലെ കണ്ടിക്കുന്നു. ഒരുപാടുണ്ടാവും. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഇതുണ്ട്. അത് പെർഫെക്റ്റ് ആർട്ട് കേട്ടോ. ആ ഇതിനൊക്കെ സീനറീസ് ലാൻഡ്സ്കേപ്പ് ഒരുപാട് കണ്ടതേ. ഫോട്ടോഷോപ്പ് ആർട്ട് ബ്രഷസ് ഉണ്ട് അതിന്റെ യൂസ് ചെയ്യുന്നത്. ആ പല ബ്രഷസ് ഉണ്ട് കേട്ടോ അതിന്റെ, നമുക്ക് വരയ്ക്കാൻ. അതൊക്കെ ആയിട്ട് ഒരുപാട് ബ്രഷ് കാര്യങ്ങൾ. അപ്പൊ അത് ഏകദേശം ഇത് കിട്ടിയില്ലേ? ആ ഇനി നമുക്ക് ഈ കാക്കേനെ വരയ്ക്കേണ്ട സ്റ്റേജ് വരും. കാക്കേനെ വരയ്ക്കേണ്ട സ്റ്റേജ് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് വലുതാക്കുക. എഫ് അടിക്കുമ്പോൾ മാത്രം യാറത് ശരി വന്നിട്ടുണ്ട്. ഈ കാക്കനെ പെൻഡൂൾ വെച്ച് സെലക്ട് ചെയ്യുക. പെൻ ടൂൾ വെച്ചിട്ട്. ആ പെൻഡൂൾ വെച്ച് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കാക്ക സെലക്ട് ആയി. ആ സെലക്ട് ആയതിനു ശേഷം നമ്മൾ ഇതിന്റെ ഒരു കൺട്രോൾ ജെ അടിക്കുക. കോപ്പി, ഞാൻ പറഞ്ഞില്ലേ കോപ്പി പേസ്റ്റ് അടിക്കാൻ. ആ കൺട്രോൾ ജെ. ഒരു കാര്യം ഇപ്പോഴും ശ്രദ്ധിക്കണം, സെലക്ട് ഇൻവേഴ്സ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ കൺട്രോൾ ജെ അടിക്കുമ്പോഴത്തേക്കും സംഭവം ഇൻവേഴ്സ് കൊടുക്കുന്നത് എന്തിനാ? കൺട്രോൾ ഷിഫ്റ്റ് ആയി. അതല്ല, ഇൻവേഴ്സ് കൊടുക്കുന്നത് നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് ഇതുണ്ടെങ്കിൽ അതിനെ സ്ലാൻഡിങ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഇൻവേഴ്സ് കൊടുക്കുന്നത്? ആദ്യം സമയത്തേക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ കണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സെലക്ട് ആയെന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം സെയിം മിസ്റ്റേക്ക് തന്നെ പറ്റുക. ആ അപ്പൊ അത് ഈ കാക്ക മാത്രം സെലക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഇൻവേഴ്സ് കൊടുക്കുന്നത്. സെലക്ട്
ഇൻവേഴ്സ്. ആ മനസ്സിലായോ? ആ ആ ഒന്ന് പറഞ്ഞു നോക്കിയേ. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആവാതെ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെൻ ടൂൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ സെലക്ട് ഇൻവേഴ്സ് കൊടുത്തിട്ട് പെൻ ടൂൾ കൊണ്ട് കട്ട് ചെയ്യുക. അല്ല, പെൻ ടൂൾ വെച്ച് ആദ്യം പെൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻവേഴ്സ് കൊടുക്കേണ്ടത്. കട്ട് ചെയ്യുക, സെലക്ഷൻ അല്ല, ഒന്നുകൂടെ കാണാം. പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യുക. ഇത് നമുക്ക് കട്ട് ചെയ്യണം. എന്ത് ചെയ്യും? പി ഞെക്കുക. പി എന്ന് പറഞ്ഞാൽ പെൻ ടൂൾ ആണ്. പി ഫോർ പെൻ ടൂൾ ആ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ആ ഇപ്പൊ കട്ടിങ് കഴിഞ്ഞു. കട്ടിങ് കഴിയണമെങ്കിൽ എന്താണ് നമ്മൾ തുടങ്ങിയ എഴുതിയാൽ തന്നെ വന്ന അവസാനിക്കണം. ആ ആ ഇവിടെയാണ് തുടങ്ങിയത്, സ്റ്റാർട്ടിങ്. കണ്ടോ? ആ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ഇവിടെ തന്നെ വന്ന് കട്ട് ചെയ്യുമ്പോഴാണ് അത് സെലക്ഷൻ വരുള്ളൂ. കണ്ടോ? ആ ആ ഇനി കൺട്രോൾ എൻ്റർ അടിക്കും. എഴുതി വെച്ചോണേ. ആ കൺട്രോൾ ആ എൻ്റർ അടിക്കുമ്പോൾ അത് സെലക്ഷൻ ആയി. ഇനി വെറുതെ എൻ്റർ അടിച്ചാൽ അത് പോകും. കൺട്രോൾ എൻ്റർ അടിക്കണം. കൺട്രോൾ ആ എൻ്റർ അടിക്കുമ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവം? കൺട്രോൾ മൈനസ് അടിക്കുമ്പോൾ ഇത് ചെറുതാവും, കൺട്രോൾ പ്ലസ് അടിക്കുമ്പോൾ ഇത് വലുതാവും. കണ്ടോ? ആ ആ കൺട്രോൾ മൈനസ് അത് ചെറുതാകുമ്പോൾ കൺട്രോൾ പ്ലസ് അടിക്കുമ്പോൾ സ്ക്രീൻ വലുതാവും. അതൊന്ന് എഴുതി വെച്ചേരാം, നോട്ട് ചെയ്തേരാം. ആ ആ നോട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അന്നേരമാണ് അറിയണത് ഇൻവേഴ്സ് ആയെന്ന്. ആ അപ്പൊ എന്ത് ചെയ്യും? കൺട്രോൾ ഷിഫ്റ്റ് ആയി ഞെക്കുക. എങ്ങനെ അപ്പോഴാണ് ഇൻവേഴ്സ് ആയി എന്നറിയുന്നതോ? അപ്പോഴാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോ ഇൻവേഴ്സ് അല്ല, ഇതിപ്പോ കിടക്കുന്നത് മൊത്തം ഫുൾ സെലക്ഷൻ ആ ആണ്. മൊത്തം സെലക്ട് ആയി. ആ ആ അപ്പൊ നമുക്ക് ഈ കാക്ക മാത്രം സെലക്ട് ആവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് കൺട്രോൾ ഷിഫ്റ്റ് ആയി. അതായത് സെലക്ട് ഇൻവേഴ്സ് എഴുതി വെച്ചു. ആ സെലക്ട് കണ്ടോ? അപ്പൊ സെലക്ട് ആയി. ആ എന്നിട്ട് നേരെ കൺട്രോൾ ചെയ്യടിക്കുക. ഇപ്പൊ നമ്മുടെ പടത്തിൽ നിന്നല്ലേ നമ്മൾ കട്ട് ചെയ്യുന്നത്. ആ അപ്പൊ അത് നേരെ കൺട്രോൾ ചെയ്യടിക്കുമ്പോഴത്തേക്കും കണ്ടോ? അത് മാത്രമായിട്ട് അവിടെ സെലക്ട് ആയി. ആ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടാവും. കൺട്രോള് ഇൻവേഴ്സ് ചെയ്തിട്ട് പിന്നെ കൺട്രോള് ഇൻവേഴ്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യടിക്കണം. കൺട്രോൾ ജെ. ആ കൺട്രോൾ ജെ ക്ലിക്ക് ചെയ്താലാണ് അത് അതിലേക്ക് വരിക അല്ലെ, ആ ലെയറിലേക്ക് വരിക. കൺട്രോൾ കണ്ടോ? ഇപ്പൊ ആ കോപ്പി ചെയ്തതാണല്ലോ അല്ലെ. ആ ആ അപ്പൊ മനസ്സിലായി. ഇപ്പൊ ഇൻവേഴ്സ് ആക്കിയിട്ടില്ല. നമ്മൾ ഇൻവേഴ്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെലക്റ്റില് ഇൻവേഴ്സ്. വെരി ഗുഡ്. എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? സെലക്ടിൽ ഇൻവേഴ്സ് ഓ കൊടുക്കുക. ആ ആ ഇത് മാത്രം സെലക്ട് ആയി. ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ലെയർ ആക്കാം. അപ്പൊ നമ്മൾ കൺട്രോൾ ജെ എടുക്കുക. ആ അപ്പൊ സെപ്പറേറ്റ് ലെയർ ആയി. ആ ആ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡിജിറ്റൽ പെയിന്റിങ്ങില് യെസ്. ഗ്രിഡ് ആക്കിയിട്ട് ബ്രഷ് വലുതാക്കാനും ചെറുതാക്കാനും ആ ബ്രഷില് കളർ പിക്ക് ചെയ്തിട്ട് അത് വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതിലേക്ക് അതെങ്ങനെ കോപ്പി ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഡിജിറ്റൽ പെയിന്റിങ് എടുത്തു. ആ എന്നിട്ട് കാണിക്കാം. ഞാൻ ഫയർ ഫോട്ടോഷോപ്പില് ഡിജിറ്റൽ പെയിന്റിങ്ങിന്റെ ഫയൽ എടുത്തു. ആ എനിക്കിതില് ഗ്രിഡ് ഇടണം. ഞാൻ എന്ത് ചെയ്യും? അന്നത പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. ഗ്രിഡ് ഇടാണ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞല്ലേ. എഴുതി വെച്ചത് നോക്കാണ്. ഗ്രിഡ് ക്രിയേറ്റ് ന്യൂ ലെയറിൽ
വ്യൂയില് ഷോയില് ഗ്രിഡ്. ആ അത് തന്നെ. അതിന് പിന്നെ ഞാൻ ഇവിടുത്തെ ലോക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കണം. ലോക്ക് മാറ്റിയിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. ദെൻ വ്യൂവില് ഷോയില് ഗ്രിഡ്. ഷോയില് ഗ്രിഡ്. ഓക്കെ. ഓക്കെ. എന്നിട്ട് ഇനി ബ്രഷ് ടൂള്. സൂം ചെയ്തിട്ട് ബ്രഷ് ടൂള് ഈ ഗ്രിഡിന്റെ ഒരു സ്ക്വയറിന്റെ വലിപ്പത്തിലേക്ക് ആക്കാം. ഷോർട്ട് കീ എന്നാ? ബി, കൺട്രോൾ ബി അല്ലേ? കൺട്രോൾ ബി അല്ല, വെറും ബി. വെറും ബി. വെറും ബി അടിച്ച് ബ്രഷ് ടൂൾ വരുന്നത്. ഇനി ബ്രഷ് ചെറുതാക്കാനും വലുതാക്കാനും എന്തെങ്കിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബ്രഷ് ചെറുതാക്കാൻ എഴുതി വെച്ച് മറന്നുപോയോ? കോളം ബ്രാക്കറ്റിന്റെ പീന്റെ തൊട്ടടുത്തുള്ള കീ. ഓക്കെ. കൺട്രോൾ ബ്രഷ് ചെറുതാക്കാൻ പീയുടെ റൈറ്റ് സൈഡിലുണ്ട് കേട്ടോ. അപ്പൊ അത് വലുതാക്കാൻ വേണ്ടിട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള അത് പീയുടെ റൈറ്റ് സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. അതിനൊരു ഒരു ഷോർട്ട് കീന് പേര് പറയുന്നത് ഞാൻ കാണിച്ചുതരാം. എന്താ അതിന്റെ പേര്? ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. വൈവ വന്നാലാണല്ലോ പ്രശ്നം. നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചെയ്യാനറിയാം. ഫോട്ടോഷോപ്പ് കീബോർഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം. പ്രത്യേകം സംഭവം വരും. കീബോർഡ് ഗൈഡ്, വിൻഡോസ് കീബോർഡ് അല്ലേ? നമ്മൾ എന്തെങ്കിലും സംശയം വിൻഡോസ് കീബോർഡ് ഗൈഡ് നോക്കുക. ഗൈഡ് നോക്കുമ്പോൾ ഇതിനകത്ത് സംഭവം ഉണ്ടാവും. ഏത് കീ എന്തിൻ്റെതാന്നൊക്കെ ഉള്ളതല്ലേ? ഇതില് ഇതാണ് സംഭവം. ഇത് കണ്ടോ? അത് മനസ്സിലായി. ഇതിന് ഒരു പേര് പറയാം. പേര് നോക്കട്ടെ. അതിന് എഡിറ്റിൽ പ്രിഫറൻസ് പോയി കഴിഞ്ഞാല് വർക്ക്സ്പേസ് ടൂൾസ്, അത് എഡിറ്റിൽ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. നോക്കട്ടെ, ഇത് ഉണ്ടാവേണ്ടതാണ്. മനസ്സിലായോ? ഇവിടെ ഉണ്ട്, ഫുള്ളുണ്ട്, ഫുള്ളും. ഓക്കെ. ബ്രാക്കറ്റ്സ് ആണ് പറയണത്. ബ്രാക്കറ്റ്സ് കേട്ടോ.
ഹലോ അമിത, കേക്കുന്നുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ചെക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മൈക്ക് ഓഫ് ആയിരുന്നു. മൈക്ക് ഓഫ് ആക്കിട്ടാണ് ബ്രാക്കറ്റ്സ് ബ്രാക്കറ്റ്സ് ബ്രേസസ് എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റിലാണ് സംഭവം കിടക്കുന്നത്. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാല് ഈ ബ്രഷ് ആ കീന്റെ പേര്. ചെറുതാക്കണം, ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇമേജ്, ഇനി ക്യാൻവാസ് മൊത്തത്തിൽ വലുതാക്കണമെങ്കിൽ കൺട്രോൾ+ ഉണ്ട്. അതായത് അത് ഞാൻ നേരത്തെ ചെയ്യുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നു, കൺട്രോൾ+ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മള് അതൊന്ന് മനസ്സിലോർത്ത് വെച്ച് കേട്ടോ. കൺട്രോൾ+, കൺട്രോൾ-. ഓക്കെ, സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും. സൂം ഔട്ട് ചെയ്യാം. ഇനി ബ്രഷ് നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വരച്ചല്ലോ. വരച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്രിഡ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂവിൽ പോവാ, ഷോയിൽ പോവാ, ഗ്രിഡ് ഓഫ് കൊടുക്കുക. അല്ല, നമ്മളിപ്പോ ഇത് വരച്ചതിൽ ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പൊ നമുക്ക് ബാക്ക് ടു നോർമൽ ആക്കാൻ എന്താ ചെയ്യുക? ഇറേസ് തന്നെയാണോ? റീസെന്റ് വെച്ചാൽ മതി. ഹിസ്റ്ററി ഉണ്ടല്ലോ, എന്താ ഞാൻ പറയല്ലേ. അല്ല, ഇപ്പൊ നമ്മൾ അൺഡു റീഡു ചെയ്യുന്ന പോലെ എന്തെങ്കിലും കീസ് ഉണ്ടോ? കൺട്രോൾ-Alt-Z. കൺട്രോൾ-Alt കണ്ടോ, അത് പോയി. ഇനി അത് റീഡു വേണമെങ്കിൽ കൺട്രോൾ-Shift-Z, ഷിഫ്റ്റ് കൺട്രോൾ-Z. എവിടെ കിടപ്പുണ്ടോ? സ്റ്റെപ്പ് ഫോർവേഡ് ഷിഫ്റ്റ് കൺട്രോൾ-Z, മറ്റേത് Alt കൺട്രോൾ-Z. ഓവർഹെഡ് ഉണ്ടോ? എളുപ്പമല്ലേ? എളുപ്പാണോന്ന് വെച്ചാല് ചെയ്ത് നോക്കിയാലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. കേട്ടിട്ട് എന്ത് തോന്നുന്നു? കേട്ടിട്ട് എളുപ്പാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ പറയാൻ പറ്റുക? ഓക്കെ, അതാണ് പ്രശ്നം. അപ്പൊ ഇനി പറ, അപ്പൊ അത്രയും പഠിച്ചില്ലേ? ഇനി എനിക്ക് കാക്കയെ സെപ്പറേറ്റ് വേണം. എന്ത് ചെയ്യും? പെൻ ടൂൾ വെച്ച് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ സെലക്റ്റില് ഇൻവേഴ്സ്. പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യാം. പെൻ ടൂൾ വെച്ച് ഞാൻ കട്ട് ചെയ്യണേ. അപ്പൊ അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ചെയ്ത് കാണിച്ചിരുന്നത്. പറയുന്ന അങ്ങനത്തെ പറയണ പോലെ തന്നെ ഞാൻ ചെയ്യണം. പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ എഡ്ജ് കണക്ട് ചെയ്യുന്നത്? എഡ്ജ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻഡ് ചെയ്യിക്കുക. അത് കട്ട് ചെയ്തു. ഈ കൺട്രോൾ-Enter. കൺട്രോൾ-Enter അടിക്കുമ്പോൾ അത് സെലക്ഷൻ ആയി. കൺട്രോൾ- അടിച്ച് നോക്കുമ്പോ അത് സൂം ഔട്ട് ആയിട്ട് നോക്കുക. ഇപ്പൊ അത് ഫുൾ സെലക്ഷൻ ആയി. ഇനി എനിക്കിത് മാത്രം സെലക്ട് ചെയ്യാം. എന്ത് ചെയ്യും? സെലക്റ്റില് ഇൻവേഴ്സ്. ഷോർട്ട് കീ പറയാമോ? ഷോർട്ട് കീ എഴുതിയില്ല. കൺട്രോൾ-J കോപ്പി ചെയ്യാനല്ലായിരുന്നോ? കൺട്രോൾ-J അല്ല, ഇൻവേഴ്സിനുള്ളത് I അല്ലേ? കൺട്രോൾ-Shift. കൺട്രോൾ-Shift-I. ഓക്കെ, അപ്പൊ അത് കൊടുത്തു. ഇനി എനിക്ക് ഇതിന്റെ ഒരു കോപ്പി എടുക്കും. എന്ത് ചെയ്യും? ഇതിന്റെ കോപ്പി കൺട്രോൾ-J. കൺട്രോൾ-J. അപ്പോ ഇപ്പൊ നമ്മള് അതിന്റെ ഒരു കോപ്പി എടുത്തു. ഈ കോപ്പി എടുത്തതിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താല് രണ്ടെണ്ണം വരും. കൊള്ളാലോ, എങ്ങനെ അത് സാധിച്ചു? അപ്പൊ നമ്മൾ കൺട്രോൾ-J ഒരെണ്ണം എടുത്തു.
എന്നിട്ട് നേരെ അത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടോ നീക്കിയിട്ട് അതിനെ കൺട്രോൾ ടി നമ്മുടെ ട്രാൻസ്ഫോം ഇല്ലേ, ട്രാൻസ്ഫോം ചെറുതാക്കുമ്പോ നമുക്ക് കുറച്ചൊരു ഡെപ്ത് അതിന് വേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒപ്പാസിറ്റിയുടെ കുറച്ച് കൊടുക്കും. അപ്പൊ അത് ഇച്ചിരി ഡിസ്റ്റൻസിലാണ് മനസ്സിലായി. കണ്ടോ ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടിയോ? ഓ ഓ ഇത് കൺട്രോൾ ജെ ഒന്നും കൂടി പ്രസ് ചെയ്യാ ചെയ്തപ്പോ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ. കൺട്രോൾ ജെ, അതെ. അപ്പൊ അതല്ലേ ഇപ്പൊ പറഞ്ഞേ, അന്നത്തെ തന്നെ പറഞ്ഞ മെത്തേഡ് അല്ലേ. അല്ല ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടത് വീണ്ടും കൺട്രോൾ ജെ പ്രസ് ചെയ്തിട്ടാണ് അല്ലേ? അതെ അതെ അതെ. അതായത് ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചേക്കണ ഈ കാക്ക പിന്നെ ലെയറിന്റെ ഓപ്ഷനിലുണ്ടല്ലോ, അതിൽ നോക്കിയപ്പോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കണ്ട്, അത് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ആവാ ചെയ്യാ. അങ്ങനെ ചെയ്യുമ്പോ ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് ലെയർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കൂലേ, അതിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നും കണ്ടിട്ടുണ്ടേനു. അപ്പൊ അത് ഇതിനല്ല. ഇതിനല്ല, അത് ഇതിനല്ല. അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ അതിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ. അത് തന്നെ സെയിം സാധനം ഉണ്ടോ? അത് തന്നെ സെയിം സംഭവം. അതിന് ഷോർട്ട് കീ ആണ് കൺട്രോൾ ജെ എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ അതിലില്ലേ, ആ ലെയർ മൊത്തത്തിലല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആവാ, ഈ ഒബ്ജക്റ്റ് അല്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുമ്പോ. അല്ല, നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ലെയർ ഏതാ? കാക്ക. അപ്പൊ ആ ലെയറിന്റെ തന്നെ കോപ്പി എടുക്കുമ്പോ കാക്ക മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ആ ഗ്രിഡിലുള്ള ആ ലെയറിലേക്കല്ലേ ഇപ്പൊ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്? അല്ലല്ലല്ല, ഗ്രിഡിലുള്ള ലെയറിലേക്ക് നമ്മള് ഗ്രിഡ് ചെയ്യുന്ന എങ്ങനെയാ? ഗ്രിഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നു. ഗ്രിഡ് നമുക്ക് ഈ ഒരു പോർഷൻ, അത് പറഞ്ഞൊന്ന് ക്ലിയർ ആയില്ല, അതാണ് കാണിച്ചു തരാം. ഈ ഒരു പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് പെൻഡൂൾ എടുത്തിട്ട്. സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, കൺട്രോൾ അടിച്ചു, ഐ അടിച്ചു, ജെ അടിച്ചു. അപ്പൊ കണ്ടോ, ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ബ്രഷ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ബ്രഷ് എടുത്തു, ഇവിടെ ബ്രഷ് എടുത്തു, ഇവിടെ ബ്രഷ് എടുത്തു, എന്നിട്ട് പുതിയൊരു ലെയർ എടുത്തിട്ട് അത് ചെയ്യാം. അപ്പൊ അത്ര ടൈം പോകില്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ വീണ്ടും പുതിയ ലെയർ എടുത്തിട്ട് വേണം അടുത്തത് ചെയ്യാൻ. ലെയറിൽ ചെയ്തു, ലെയറിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ലെയർ പഠിക്കും. അല്ല, അപ്പൊ ഈ സെയിം ലെയറിലേക്കല്ല ബാക്കി പെയിന്റ് ചെയ്യേണ്ടത്? അല്ലല്ല, അതല്ല. ഇപ്പൊ അത് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ ഒരു മനസ്സിലായില്ല. അതെ, പറഞ്ഞുതരാം. ആദ്യത്തെ വാക്ക് ഇത്തിരി വെള്ളം എടുത്തിട്ട് വാട്ടർ. ഓക്കെ, ഹലോ എന്നിട്ടാ? കേക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഡിജിറ്റൽ പെന്നിങ് എടുത്തു. അപ്പൊ ഈ ഡിജിറ്റൽ പെയിന്റിങ്ങില് നമ്മൾ ലോക്ക് മാറ്റി പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യും.
ആ ആ ഈ ലെയർ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോ ലെയറിലേക്ക് പുതിയ ലെയറിലേക്ക് ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു ബ്രഷ് വെച്ചിട്ട്. അത് ഞാൻ പറഞ്ഞു തന്നല്ലേ, അതറിയാലോ. ആ അത് ഈ സെയിം ലെയറിലേക്ക് തന്നെയല്ലേ മൊത്തം ചെയ്യുന്നത്? ഈ ലെയറിലേക്ക് നമുക്ക് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കടൽ മാത്രം സെപ്പറേറ്റ് ചെയ്യാം, ആകാശം സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് ഈ ഒരൊറ്റ ഇതിലേക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ കാക്കയുടെ കേസ് വരുമ്പോ നമുക്കത് നടക്കൂല. കാക്കയുടെ കേസ് വരുമ്പോ നമ്മളത് വേറെ ഈസി പരിപാടി എന്ന് പറയുന്നത്, പെട്രോൾ എടുക്കുക, നേരെ കണ്ട ഇങ്ങനെ എടുത്തിട്ട് നേരെ കോപ്പി എടുത്തിട്ട് കൺട്രോൾ ചെയ്യടിക്കുമ്പോ അത് പുതിയ ലെയർ വന്നു. കണ്ടോ, 3 ലെയറായി. ഇനി ആ കാക്കയുടെ തന്നെ കൺട്രോൾ ചെയ്യടിച്ച്, അല്ലെങ്കിൽ അന്നത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുമെന്ന് വെച്ചോ, ഓക്കെ കൊടുക്കുക. കണ്ടോ, 4 ലെയറായി. അപ്പൊ അല്ലേ? അപ്പൊ ഓരോ പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോഴും പുതിയ ലെയർ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോ കണ്ടോ, രണ്ട് കാക്കനെ എടുത്തു. ഇനി എനിക്ക് ഒരു കാക്കയുടെ വേണം. അന്നത്തെ പറഞ്ഞു എനിക്ക് ഒരു കാക്കയുടെ വേണം. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു, ഓക്കെ എടുത്തു. കണ്ടോ, 3 കാക്ക. കണ്ടോ, 3 കാക്കയായി. ഒരു കാക്കയുടെ വേണം, കൺട്രോൾ ജെ അടിച്ചു, അതിന്റെ ഒരു കാക്കയുടെ കിട്ടി. കണ്ടോ, 4 കാക്കയായി. കണ്ടോ, അങ്ങനെയാണ് പരിപാടി. ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏതാണോ ലെയർ ആ ലെയർ കൊണ്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അന്നത്തെ പിന്നീട് ചിന്തിക്കുകയാണ്, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഓവറായിട്ട് കാക്കയെ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും വേണ്ടിയിരുന്നു, എനിക്ക് ഇത്രയും വേണ്ടിയിരുന്നില്ല. പിന്നീട് അബദ്ധമായി തോന്നി. അപ്പൊ അന്നത്തെ എന്ത് ചെയ്തു, ഈ ഒരു ലെയർ കാക്ക വേണ്ടെന്ന് വെച്ചു. അപ്പൊ ആകാശത്തിന്റെ സൂര്യന് മേളിൽ ഒരു കാക്ക പറക്കണത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു, ആ കാക്കനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കാക്ക. ആ ലെയർ സെലക്ട് ചെയ്തു, ആ കാക്ക ഡിലീറ്റ് ചെയ്തു. ഇനി ആ 2 കാക്ക അടുപ്പിച്ചിരിക്കണ ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് അതിലൊരു കാക്കനെ ഡിലീറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തു. കണ്ടോ, അതേ കണ്ടോ. അല്ല ഇനിയിപ്പോ ഈ 3 ഉള്ളത് ഈ അലൈൻമെന്റ് മാറ്റാൻ പറ്റൂലേ? അലൈൻമെന്റ് എങ്ങനെ മാറ്റുന്നത് അല്ലേ? അതിന് കൺട്രോൾ ചെയ്തിരിക്കാം. അപ്പൊ അന്നത്തെ വിചാരിച്ചു, ഞാൻ ഇപ്പൊ എടുത്ത കാക്ക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത കാക്കയ്ക്ക് ഇത്തിരി വലിപ്പം കുറയ്ക്കണം. അപ്പൊ കൺട്രോൾ ടി അടിക്കും. കൺട്രോൾ ടി, ട്രാൻസ്ഫോം. നമ്മൾ ട്രാൻസ്ഫോം അതിന് സ്കെയിൽ എടുത്തു. സ്കെയില് കണ്ടോ, ഓൾട്ട് ഷിഫ്റ്റ് ഒരുമിച്ച് പ്രസ് ചെയ്തു. അത് അതിന്റെ സൈസ് കുറച്ചു, ടോപ്പിൽ വെച്ചു. എന്നിട്ട് നേരെ അതിന്റെ ഒപ്പോസിറ്റ് നേർ പകുതിയാക്കി. കണ്ടോ, അപ്പൊ ദൂരായി. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ സംശയമുണ്ടോ? ഇപ്പൊ ഇതില്ലേ ബോട്ടിന്റെ അവിടെ വെച്ചാണെങ്കിൽ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യല്? ബോട്ടിന്റെ ഇപ്പൊ ചെയ്യണ്ട. അതല്ല, ബോട്ടിന്റെ മേലാണ് ആ ഇതിനെ വെട്ടണ്ടെങ്കിൽ എന്താ ചെയ്യാ?
അതായത് പൊസിഷൻ മാറ്റാൻ എന്തേലും ചെയ്യല്, ഈ കാക്കയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാന്. പൊസിഷൻ നമ്മള് മൂവ് ടൂൾ എടുക്കുക. ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു, മൂവ് ടൂൾ എടുത്താ മൂവ് ചെയ്യാൻ പറ്റുമോ? പിന്നെ മൂവ് ടൂൾ പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഈ ലെയർ എടുക്കുക, ലെയർ. ഈ കാക്കയുടെ പൊസിഷൻ എനിക്കൊന്ന് മാറ്റണം. ഇവിടെ വെച്ചു. ദെൻ അത് നേരെ ഷിപ്പിന് മേളിൽ കൊടുത്തു വെച്ചു. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. മനസ്സിലായോ? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നീ ചെയ്യുമ്പോഴാണ് ഡൗട്ട് വരിക. അപ്പൊ ചെയ്യുമ്പോ ഡൗട്ട് വരുമ്പോ എന്നോട് ചോദിക്കുക. ഓക്കെ. 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 ഇനി അടുത്ത പരിപാടി ഇന്ന് ഇത്രയും വെച്ച് വൈൻഡപ്പ് ചെയ്താലോ? ഇത്രയും തന്നെ ചെയ്ത് കഴിയണ്ടേ? ഓക്കെ. ഒരു സാധനം കൂടെ പറയാം, അത് ഇപ്പൊ ചെയ്യണ്ട. കുട്ടിയുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ. എങ്കിൽ ഇപ്പൊ ഞാൻ ഇത് ചെയ്തോളാം. ഞാൻ റെക്കോർഡ് ചെയ്തോക്കാം. റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ നാളത്തേക്ക് ആ ബർഗറിന്റെ വെച്ചിട്ടുള്ളതും ലാപ്ടോപ്പ് നന്നാക്കി കിട്ടിയിട്ട് ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ സാറോട് ചോദിച്ചോളാം. നാളെ എപ്പോ കിട്ടും? നാളെ ഈവനിങ്. ഇപ്പൊ നൈറ്റ് ആവും വരാൻ, 7:30 8 o'clock ഒക്കെ ആവും വരാൻ. രാവിലെ ഇപ്പൊ പോകുമ്പോ ഇപ്പൊ കൈ കൊടുത്തേക്കാൻ ചെയ്യാം. അപ്പൊ നൈറ്റ് 8 മണിയാവും വരുന്നത്. നമ്മുടെ ക്ലാസ്സിന് ഇടയ്ക്ക് അത് വരുള്ളൂ അല്ലേ? അല്ല സോറി, നാളെ ക്ലാസ്സിലല്ലോ. അപ്പൊ അത് വരുമ്പോ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ അല്ലേ? എന്ന് പോയിട്ട് വന്നോ, കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് മൊത്തത്തിൽ കേട്ടാൽ മതി കേട്ടോ. ശരി. ഓക്കെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ കേട്ട് നോക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം പറയാം. ഓക്കെ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് എങ്ങനെ ഒരു കൊളാഷ്, അതുപോലെ എന്താ പറയുക, ഈ നമ്മുടെ അഡോബിലൊക്കെ വരുന്ന സംഭവമില്ല, അതായത് അഡോബിൽ ഇൻഷോട്ടിലൊക്കെ എടുക്കുന്ന പോലെ എങ്ങനെ നമുക്കൊരു എന്താ പറയുക 4 ഫോട്ടോയൊക്കെ ഒരു ലേഔട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ കുറച്ച് ഫോട്ടോസ്, എനിക്ക് വേണ്ടപ്പെട്ട ഫോട്ടോസ് എന്താണോ ഞാനിത് ഈ ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ഫോട്ടോസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇത് ഫോട്ടോഷോപ്പിലിട്ട് ഓപ്പൺ ചെയ്യണം. കേട്ടോ, ഇത്രയും ഫോട്ടോസ് ഉണ്ട്, ഫോട്ടോഷോപ്പിലിട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, could not complete your request because a DQT or DHL JPG marker is missing before a JPG source marker. Okay. അതായത് ഇത് ഫോട്ടോഷോപ്പിൽ എടുത്തിട്ട്, കാരണം അതിന്റെ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാത്ത സിറ്റുവേഷനിൽ നമുക്ക് അതിനെ സ്ക്രീൻഷോട്ട് എടുക്കാം.
ഓക്കെ, ഒരു പടം എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് തന്നെ എടുക്കാം, വേറെ വഴിയില്ല. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഞാൻ എന്റെ കോപ്പി ചെയ്തു, നമ്പർ കൊടുത്ത് കോപ്പി ചെയ്താൽ മതി കേട്ടോ. വേറൊരു മെത്തേഡ് ഉണ്ട് നമ്മുടെ പെയിന്റ് വഴി ചെയ്യുന്നത്, പക്ഷെ അത് നിങ്ങളിപ്പോ ചെയ്യണ്ട. അതായത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന ഒരു വഴിയാണ് ഇപ്പോ കാണിച്ചു തരാം. എവിടെ പോയി ആവുന്നുണ്ട്. ഇപ്പൊ ഇതൊരു മെത്തേഡ്, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത മെത്തേഡാണ്. ഇനിയിപ്പോ അതല്ലാണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ വേറെ വഴിയുണ്ട്, കാണിച്ചു തരാം. നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ ചെയ്യാത്ത അപ്പൊ ക്വാളിറ്റി ലെസ് ആയി പോയതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വരുന്നത്. പെയിന്റ് ഓപ്പൺ ചെയ്യാം, പെയിന്റ് എല്ലാത്തിനും ഉണ്ടാകുന്നതായിരിക്കും. പെയിന്റില് നമ്മള് ഫയല് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പടം എടുക്കുക, ഉണ്ടോ വന്നു കഴിഞ്ഞ് ഈ സേവാസ് കൊടുക്കുക, ഡെസ്ക്ടോപ്പിൽ പോവുക, 1 2 3 ചുമ്മാ കൊടുത്ത് എന്തെങ്കിലും പേര് വെച്ചാൽ മതി. അതിനുശേഷം അടുത്തത് നമ്മൾ ഓപ്പൺ ചെയ്യാം. അടുത്തവിടെ എന്താ ഡൗൺലോഡ്സ് ചെയ്തവിടെ ഡൗൺലോഡ്സിൽ പോയിട്ട് ഈ പടം നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതും അതുപോലെ തന്നെ സേവാസ് കൊടുക്കുക, ഡെസ്ക്ടോപ്പിൽ ചുമ്മാ എന്തെങ്കിലും ഒരു പേരിൽ സേവ് ചെയ്യുക, 2 3 4 കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ക്ലോസ് ചെയ്യുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഓപ്ഷൻ ഞാൻ പറഞ്ഞു, ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്തത്. ഇതും കണ്ടോ 1 2 3 കണ്ടോ. അപ്പൊ ഇതാണ്, ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇത് അറിഞ്ഞു വെക്കും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇതൊരു സ്റ്റോറിയാണ്. ഞാൻ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സൈസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സൈസ് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ.
സ്റ്റോറി സൈസിന് അടിച്ചു കൊടുത്തപ്പോൾ വന്ന ഇതാണ്. സൈസ് ഇൻ ഇഞ്ചസ് വന്നു, സൈസ് ഇൻ CM വന്നു, സൈസ് ഇൻ പിക്സൽസ് വന്നു. നമുക്കിത് എടുക്കേണ്ട സൈസ് ഇൻ പിക്സൽസ് ആണ്. 108 അതില് 1080 കൊടുത്തു 1920 കൊടുത്തു 300 ക്രിയേറ്റ് കൊടുത്തു. ഇതാണ് സ്റ്റോറേജ് സൈസ്. നേരെ നമ്മൾ ഈ ഇമേജസ് എല്ലാം ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഡ്രാഗ് ഇട്ടതിന് ശേഷം അടുത്ത ഇമേജ് എടുക്കുക. ഇത് വേണമെങ്കിൽ ഒന്ന് കുറച്ച് വലുതാക്കി വെക്കാം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ടോപ്പിൽ വരുത്തുമ്പോൾ ഇതിങ്ങനെ വരാം. ഇനി ഇതിനെ ഇത്ര ഹൈറ്റ് വേണം നമുക്ക് ഇവിടെ വെച്ചാൽ ഇത്രയും പോട്ടെ. ഇത് കുറച്ചുകൂടെ അപ്പ് ചെയ്യാം. ഇതിന്റെ എഡ്ജ് താഴെ കട്ട് ചെയ്ത് കളയാൻ നമുക്ക് ഉപയോഗിക്കുന്നത് റെക്ടാങ്കിൾ ടൂൾ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ സംഭവം കട്ടായി പോകും. കുറച്ചുകൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കട്ടായി പോകും. ഇനിയിപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ, ഇൻസ്റ്റയിൽ ഫോട്ടോ എടുക്കാൻ നമ്മുടെ ഫേസ് എപ്പോഴും ലൈറ്റ് ആയിട്ട് തെളിഞ്ഞിരിക്കണം. അപ്പൊ അതിനൊന്നും എന്ത് ചെയ്യും, അത്രയും പോർഷൻ നമ്മൾ ലെയറിൽ പോയിട്ട്, ഇപ്പൊ ലെയർ അല്ല, ഇത് മേളത്തെ ലെയറിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇത് മാത്രം നോക്കിയാൽ മതിയല്ലോ, വേറെ മറ്റൊരാളെ നമ്മൾ നോക്കുമല്ലോ. ഇത് നമ്മള് മാജിക് കണ്ടോ, ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കാം. ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് കണ്ടോ, ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തിട്ട് ആ സെലക്ഷൻ കറക്റ്റ് ആക്കുക. സൂം ചെയ്യാം. നമ്മൾ ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ഷൻ കഴിഞ്ഞു, നമ്മളത് കൺട്രോൾ ചെയ്തെടുത്ത് അതിന്റെ കോപ്പി എടുത്തു. ഇനി അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം കേട്ടോ. അതിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കണം. അപ്പൊ അത്യാവശ്യം ബ്രൈറ്റ്നസ് കൂടി, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ലെവല്, നമുക്കൊരു ലെവലില്ല, ആ ലെവലിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ടോ, നമ്മൾ സുന്ദരനായി. ഇനി ഒരു കർവ് ലേശം ഒന്ന് കൂട്ടി, ഒത്തിരി കൂട്ടരുത്, അത് നമ്മൾ അറിയും. അതിന് കർവിന് ശേഷം നമ്മൾ എക്സ്പോഷർ ഇതായിട്ടു കുറച്ച് കൂട്ടുക. ഇതൊക്കെ ആ ഒരു മീഡിയം ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സാച്ചുറേഷൻ, കുറച്ച് സാച്ചുറേഷൻ കൂട്ടുക. ഓക്കെ, ഇതുപോലെ. ഇനി നമുക്കതിന്റെ ക്വാളിറ്റി പിക്സലേറ്റഡ് ആണ് ഓൾറെഡി ഇമേജ്, എന്നാലും നമുക്കതിനെ കുറച്ചൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്താൽ
സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇമേജ് കാണിക്കാം. ഈ ഇമേജിലും ഞാൻ ഇച്ചിരി ഡള്ളാണ്. ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ ഒന്ന് ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫാൻസും സൈക്കിളിലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ സ്വയം ഞാൻ തന്നെ സെറ്റ് ആക്കുന്നു. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം ഫോട്ടോകളിലാണ് മറ്റുള്ളവരുടെ എഡ്ജ് വീണ്ടും കണ്ടപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ നമ്മുടെ ഫേസിലേക്ക് വരുന്നു. ഈ ഫേസ് വലിയ സുഖമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഇപ്പൊ കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കുന്നു. ഓക്കെ, ശേഷം നമ്മൾ ഇമേജിൽ പോകുന്നു, ബ്രൈറ്റ്നസ് കൂട്ടുന്നു, കോൺട്രാസ്റ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോറി, ആദ്യം നമ്മൾ അതിന്റെ കൺട്രോൾ ചെയ്ത് സെപ്പറേറ്റ് ലെയർ എടുക്കുന്നു, ബ്രൈറ്റ്നസ് കൂട്ടുന്നു, ഇനി അതിന്റെ ലെവല് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി അതിന്റെ കർവ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോ ഇപ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് സൈക്കിളില്ല, അത് നമുക്കറിയാം. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, കളിയാക്കിയതൊക്കെ ഉണ്ടാവും, അതിനെ ഫേസ് ചെയ്യാം. ഇവിടെ വേറെ ഒപ്പോസിറ്റ് കുറയ്ക്കുക, കുറച്ച് അത് ഇതിലിപ്പോ എന്താ ചെയ്യാനുള്ളൂ? ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം, മൂവ് കൊടുക്കാം, കുറച്ച് മേലോട്ട് എടുക്കുക. ഇനി കണ്ടോ, ഫയൽ സേവ് ആയിട്ട് എടുക്കുക, ഡെസ്ക്ടോപ്പിൽ പോവാം. ഡെസ്ക്ടോപ്പ് തന്നെ വേണമെന്നില്ല, അവിടെ സേവ് ചെയ്തിട്ടാൽ മതി. 4 5 6 7 8 പോവുക. നോക്കട്ടെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുക, ഹോമിൽ കയറുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം നോക്കി. ശേഷം നമ്മൾ ക്രിയേറ്റ് കൊടുക്കാം. പോസ്റ്റ് അല്ലല്ലോ, സ്റ്റോറി അല്ലേ. സിസ്റ്റത്തിൽ സ്റ്റോർ എടുക്കണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ക്രിയേറ്റ് പോസ്റ്റ് അല്ല, പോസ്റ്റ് അല്ല, സ്റ്റോറിയാണ്. അല്ല, ഇപ്പൊ സ്റ്റോറിയിൽ നിന്ന് സാധാരണ വരേണ്ടതാണ്, അതിനോട് വരുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മള് അത് അറിയാവുന്നവർ ഇനി പറഞ്ഞതിനോട് ആവശ്യമില്ല. അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ലേഔട്ട് പിക്ചേഴ്സ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നോളൂ. സാധാരണ ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഇൻഷോട്ടിലാണ്. ഇൻഷോട്ടിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ നല്ലതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ ക്യാൻവയിൽ ചെയ്യാം. ക്യാൻവയിലൊക്കെ ക്വിക്കായിട്ട് നടക്കും. ഞാൻ പറഞ്ഞത് നാളെ ഈ ക്യാൻവയോ ഇൻഷോട്ടോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ
എനിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും സാറേ എന്ന് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, സംസാർ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതേ സാധനം തന്നെ നമുക്ക് ഇൻസ്റ്റയിൽ തന്നെ ചെയ്യാം അല്ലെ. പക്ഷെ എന്തായാലും ഇതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുത്തുപയോഗിക്കാവുന്ന ആയുധങ്ങളായതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഫോട്ടോഷോപ്പിലെ ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ. ഞാനൊരു പോസ്റ്റർ ചെയ്യുന്നതിന്റെ പരിപാടി കാണിച്ചുതരാം. അല്ല, ഇന്ന് ഇത്രത്തോളം മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ റീസെന്റ് ആയിട്ട് ചെയ്ത ഒരു വർക്കിന്റെ ഒക്കെ കാണിച്ചു തരാം. ഇതൊരു പോസ്റ്ററിന്റെ നാവിഗേഷൻ ആണ്, പോസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ എന്നാ തൽക്കാലത്തേക്ക് ഇന്നത്തെ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം 2 ടാസ്ക് വന്നു, ഓൾറെഡി തരുന്നില്ല. അപ്പോ മറ്റന്നാൾ കാണാം. ഓക്കെ, ബൈ.